Hello everyone. So we are looking to another story which is named as The Cactus by O. Henry. So we are looking to O. Henry's Cactus. So let's begin with the introduction to the author. So it comes under the title Module Second and Short Fiction. So the title of the story is The Cactus by O. Henry. So let's come to introduction to the author. O. Henry was an American short story writer. He is today understood as a pioneer in the field. അപ്പോൾ ഒരു അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് ഒ ഹെൻറി. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് വില്യം സിഡ്നി പോട്ടർ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിയൽ നെയിമാണ് വില്യം സിഡ്നി പോട്ടർ. അദ്ദേഹത്തിൻ്റെ പെൻ നെയിമാണ് തൂലിക നാമമാണ് ഒ ഹെൻറി എന്ന് പറയുന്നത്. ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് സ്റ്റോറീസ് റേതർ ലേറ്റ് ഇൻ ഹിസ് ലൈഫ്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അദ്ദേഹം സ്റ്റോറി എഴുതാനൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് ഒരുപാട് ഫീൽഡിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഹി ഹാഡ് വർക്ക്ഡ് വേരിയസ്ലി. പലതരം ഫീൽഡിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജോലി അദ്ദേഹം എടുത്തിട്ടുണ്ട്. ആസ് എ ഷെഫേർഡ്, ഒരു ഷെഫേർഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പോർട്രേറ്റ് ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റായിട്ട് ചിത്രം വരക്കാരനായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസീഷ്യനായിട്ടും കുക്കായിട്ട് പോലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ബേബി സിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്കറായിട്ട്, ജേർണലിസ്റ്റായിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ട്രാൻസ്ലേറ്റർ ബിഫോർ ദാറ്റ്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് ട്രാൻസ്ലേറ്ററായിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരുപാട് ഫീൽഡിൽ ഒരു ഇതും നോക്കാണ്ട് ഒരു പലതരം ജോലികൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഒ ഹെൻറി. ഓൾ ദീസ് ഓപ്പൺഡ് ഹിം ടു ആൻ ആക്റ്റീവ് സോഷ്യൽ ലൈഫ് ആൻഡ് ദ എക്സ്പീരിയൻസ് കോൺട്രിബ്യൂട്ടഡ് ടു മേക്കിംഗ് ഹിം എ റൈറ്റർ ഓഫ് പോപ്പുലർ അക്ലെയിം. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസും കഥകളുമെല്ലാം അദ്ദേഹം തൻ്റെ പല സ്റ്റോറീസിൻ്റെയും ആശയമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, ഒരുപാട് ജോലി ചെയ്യുന്നതിലൂടെ അദ്ദേഹം നല്ല സോഷ്യലൈസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം വലിയൊരു റൈറ്ററായിട്ട് മാറിയിട്ടുള്ളത്. His first collection of stories, namely Cabbages and Kings, was published in 1904. 1904 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കളക്ഷനായിട്ടുള്ള ക്യാബേജസ് ആൻഡ് കിങ്സ് എന്ന് പറയുന്ന സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നത്. All the stories in this collection were collected from conversations with the people he knew in person. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഓരോ ആളുകളുമായിട്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാഷണം, ആ സംഭാഷണങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ്, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു ക്യാബേജസ് ആൻഡ് കിങ്സ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷൻ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറീസ് കളക്ഷനിൽ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറീസൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇതുപോലെ പല മോട്ടിവേഷൻസ് ഉൾക്കൊണ്ടിട്ടാണ്. His stories are remembered for the surprise endings he gave them. വളരെ പെട്ടെന്ന് ഒരു സഡനായിട്ട് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ഒരു സർപ്രൈസ് ആയൊരു എൻഡിങ് അദ്ദേഹം കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു റൈറ്ററായിട്ടാണ് ഒ ഹെൻറി വരുന്നത്. ഹീസ് ക്ലാസിക് ടൈറ്റിൽസ് ഇൻക്ലൂഡ് ദ ലാസ്റ്റ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിക് ആയിട്ടുള്ള നോവൽസാണ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള നോവൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഗിഫ്റ്റ് ഓഫ് ദ മെജി, The Cop and the Anthem, and The Cactus. Henry had an obvious affection for New York City and its diversity of people and places. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്സാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള. കാക്ടസ് അതിലുണ്ട്, ദ ഗിഫ്റ്റ് ഓഫ് മെജ ഉണ്ട്, ദ കോപ്പ് ആൻഡ് ആന്തം ഉണ്ട്, ദ ലാസ്റ്റ് ലീഫ് ഉണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള വർക്ക്സാണ്. അദ്ദേഹത്തിന് ന്യൂയോർക്ക് സിറ്റിയോട് ഭയങ്കര ഒരു അഫെക്ഷൻ, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ആ ഡൈവേഴ്സിറ്റി ഓഫ് പീപ്പിൾ ആൻഡ് പ്ലേസസ്, ന്യൂയോർക്കിലുള്ള സ്ഥലങ്ങളിലുള്ള ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ആൾക്കാർ, വിവിധതരം ആൾക്കാരാണ്, ആ ഒരു ഡൈവേഴ്സിറ്റിയൊക്കെ അദ്ദേഹത്തിന് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീമും അദ്ദേഹം പല വർക്ക്സിലായിട്ട് പറയുന്നുണ്ട്. റെഫറൻസ് ദാറ്റ് മേക്സ് മെനി ഓഫ് ഹിസ് സ്റ്റോറീസ്. അപ്പോൾ ഈ ഒരു ന്യൂയോർക്ക് സിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ, അവിടുത്തെ ആൾക്കാരൊക്കെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പല സ്റ്റോറീസും എഴുതിയിട്ടുള്ളത്. പല സ്റ്റോറിയുടെയും ബേസ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ന്യൂയോർക്ക് സിറ്റിയും അവിടുത്തെ ആൾക്കാരൊക്കെയാണ്. ഒ ഹെൻറി ഡൈഡ് ഇൻ 1910 ആൻഡ് ഈസ് ബറീഡ് ഇൻ നോർത്ത് കാരോലിന. 1910 അദ്ദേഹം മരണപ്പെടാണ്. അദ്ദേഹത്തെ ബറി ചെയ്യുന്നത് നോർത്ത് കാരോലിനയിലാണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ എബൌട്ട് ദ ഓഥർ ഒ ഹെൻറി. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം ഓർത്ത് വെക്കുക, വില്യം സിഡ്നി പോട്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം. കാക്ടസ് എന്ന് പറയുന്ന സ്റ്റോറിയിലോട്ട് വരാം. കാക്ടസ് എന്ന് പറയുന്നത് മലയാള മീനിങ് കള്ളിമുൾച്ചെടി എന്നാണ് അതിൻ്റെ അർത്ഥം, കള്ളിമുൾച്ചെടി. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഒരു കള്ളിമുൾച്ചെടിയെക്കുറിച്ചാണ്. ആ ഒരു കള്ളിമുൾച്ചെടി ഈ സ്റ്റോറിയിലുള്ള പ്രോമിനൻ്റ് ക്യാരക്ടറായിട്ടുള്ള ട്രിസ്റ്റെയിൽ എന്ന് പറയുന്ന ഒരു മെയിൽ ക്യാരക്ടറിന് ഒരു ഫീമെയിൽ ക്യാരക്ടർ എന്ത് ചെയ്യാണ്, കള്ളിമുൾച്ചെടി സമ്മാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ പ്ലോട്ട് സമ്മറി.
ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് എ മാൻ നെയ്മഡ് ട്രിസ്റ്റേൽ. അപ്പോൾ ഈ സ്റ്റോറി തുടങ്ങുന്നത് ട്രിസ്റ്റേൽ എന്ന് വരുന്ന ഒരു പേരുള്ള ഒരു മനുഷ്യനെ പറഞ്ഞുകൊണ്ടാണ്. ഹീ ഈസ് ഇൻ ഹിസ് അപ്പാർട്ട്മെൻറ്റ് വിത്ത് എ ഫ്രണ്ട് ആഫ്റ്റർ എ വെഡിങ് ആൻഡ് സീംസ് ടു ബി ട്രബിൾഡ് ബൈ ദ ഇവൻറ്റ്സ് ഓഫ് ദ ഡേ. അപ്പോൾ നമ്മൾ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വളരെ വറീഡായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ഒരു സമാധാനവും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു വെഡ്ഡിംഗ് ഒക്കെ കഴിഞ്ഞ്, ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ ആ ഒരു ഫുഡൊക്കെ കഴിഞ്ഞ് തൻ്റെ വീട്ടിൽ അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. പുറത്തെവിടെയോ ഒരു വെഡ്ഡിംഗ് പാർട്ടിക്കൊക്കെ പോയിട്ട് അതിന് ശേഷമുള്ള ഒരു സീനറിയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്നത്. അപ്പോൾ ആ ഒരു ദിവസം കംപ്ലീറ്റ് നടന്നിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ നന്നായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ട്രബിൾ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. ദർ ഇസ് എ ഫിലോസഫിക്കൽ നരേഷൻ അബൌട്ട് എ ടൈം ദാറ്റ് സീംസ് ടു ബി അലൂസീവ്. ഒരു ടൈം ആക്ച്വലി ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സമയം ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഒരു വിവാഹവേള കഴിഞ്ഞ് അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു ബിഗിനിങ് ആണ് നമ്മൾ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത്. ബട്ട് സൂൺ ഇനഫ് ദ വോൾ പിക്ചർ ബിക്കംസ് ക്ലിയർ ടു ദ റീഡർ ത്രൂ ട്രിസ്റ്റൽസ് റിഫ്ലക്ഷൻ. പക്ഷെ അധികം വൈകാണ്ട് തന്നെ എന്തൊക്കെയാണ് നടന്നത്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ റീഡേഴ്സ് അധികം വൈകാണ്ട് തന്നെ അറിയുന്നുണ്ട്. The serious tone continues as the narrator describes a lawn cactus sitting on a table in a jar. അപ്പോൾ ടേബിളിനകത്ത്, ആ ടേബിളിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ജാറുണ്ട്, ഒരു ബോട്ടിൽ, ഒരു ജാറ്. ആ ജാറിൻ്റെ ഉള്ളിലായിട്ട് എന്തുണ്ട്, ഒരു കാക്ടസ് ഉണ്ട്, ഒരു കള്ളിമുൾച്ചെടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കള്ളിമുൾച്ചെടിയെയാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ അത് എന്താണ്, അതെന്തിന് പറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ട്രിസ്റ്റേൽസ് ഫ്രണ്ട് ദ ബ്രദർ ഓഫ് ദ ബ്രൈഡ്. അപ്പോൾ അന്ന് ഒരു വിവാഹം നടന്നിട്ടുണ്ട്. ആ വിവാഹത്തിലുള്ള ആ ബ്രൈഡിൻ്റെ ബ്രദർ എന്ന് പറയുന്നത് ട്രിസ്റ്റേലിൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രൈഡിൻ്റെ വിവാഹം കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ വിവാഹം കൂടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ട്രിസ്റ്റേൽ. ഡ്രിങ്ക്സ് അലോൺ അനോയ്ഡ് ദാറ്റ് ട്രിസ്റ്റേൽ വിൽ നോട്ട് ഡ്രിങ്ക് വിത്ത് ഹിം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അപ്പാർട്ട്മെൻറ്റിൽ ആ ബ്രൈഡിൻ്റെ ബ്രദർ അവിടെയുണ്ട്, അവരെന്ത് ചെയ്യാണ്, മദ്യപിക്കുന്നുണ്ട്. പക്ഷേ ട്രിസ്റ്റേലൊന്നും കഴിക്കുന്നില്ല, ട്രിസ്റ്റേൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ട്രിസ്റ്റേൽ റീകോൾസ് ദ സെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് നോയ്സസ് ഫ്രോം ദ ചർച്ച് വെർ എ മാരേജ് ഹാഡ് ജസ്റ്റ് ടേക്കൻ പ്ലേസ്. അപ്പോൾ ആ ഒരു വിവാഹം കുറച്ച് നേരമായിട്ടുള്ള കഴിഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു വിവാഹവേളയിൽ ഉപയോഗിച്ചിരുന്ന പൂക്കളുടെ സുഗന്ധവും അവിടെയുള്ള ഒച്ചപ്പാടും ബഹളവും എല്ലാം ട്രിസ്റ്റേൽ ഇങ്ങനെ റീകോൾ ചെയ്യണം, അതൊക്കെ ഓർമ്മിച്ചെടുക്കുകയാണ്. വൺ ദാറ്റ് സീംസ് ടു ഹാവ് അഫക്റ്റഡ് ഹിം നെഗറ്റീവ്ലി. ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ വളരെ നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു റീസൺ, അദ്ദേഹം ഒരു വിവാഹം കൂടാൻ പോയി. ആ വിവാഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ സിസ്റ്ററാണ് അവിടെ വധുവായിട്ടുണ്ടായിരുന്നത്. ആ സിസ്റ്ററിൻ്റെ വിവാഹമാണ് കൂടാൻ പോയിരുന്നത്. പക്ഷേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അലോസരപ്പെടുത്തുന്നുണ്ട്, നമുക്ക് സ്റ്റോറിയിലൂടെ കാണാൻ പറ്റും. The reader learns that Tristel had lost her, although we are never told to her is, and he wonders how and why. അപ്പോൾ ഇവിടെ ട്രിസ്റ്റലിന് ഒരു പെൺകുട്ടിയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയായിട്ട് പറയുന്നത് ആ ബ്രൈഡാണ്. ഓക്കെ, തൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററായിട്ടുള്ള ആ ബ്രൈഡാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് പോയിട്ടാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത്. എന്നിട്ടാണ് ഇങ്ങനെ ആകെ ഇടങ്ങാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സിസ്റ്ററുടെ പേര് ഇവിടെ പറയുന്നില്ല, ബ്രൈഡിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു ബ്രൈഡ് ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ആ ബ്രൈഡിനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് ഹി വണ്ടേഴ്സ് ഹൗ ആൻഡ് വൈ. അതെങ്ങനെ, എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ആകെ ആലോചിച്ച് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ ട്രിസ്റ്റേൽ. ദ നരേറ്റർ എക്സ്പ്ലെയിൻസ് ട്രിസ്റ്റേൽ ഈസ് നൗ ലുക്കിംഗ് അറ്റ് ഹിസ് ട്രൂ സെൽഫ്. ഭയങ്കര പൊങ്ങച്ചൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ട്രിസ്റ്റേൽ എന്ന് പറയുന്നത്. പക്ഷേ നരേറ്ററുടെ സ്റ്റോറി നരേഷനിലൂടെ നമ്മൾ അറിയുന്നു ഇപ്പോൾ ട്രിസ്റ്റേൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി. കാരണം പൊങ്ങച്ചം പറഞ്ഞ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു ചതിക്കുഴിയിൽ അദ്ദേഹം ചെന്ന് വീഴാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ട്രൂ സെൽഫ് അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. വൺ സ്ട്രിപ്ഡ് ഓഫ് ഈഗോ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈഗോ ഇല്ല, വാനിറ്റി ആൻഡ് കൺസീറ്റ്, അഹങ്കാരമോ ഗർവോ പൊങ്ങച്ചമോ പറഞ്ഞ് നടക്കുന്നൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ അത്തരം വികാരങ്ങളൊന്നും ഇല്ല. ഹി റിക്കോൾസ് വാച്ചിങ് ഹെർ വാക്ക് ടു ദ ആൾട്ടർ ആൻഡ് ലുക്ക് അറ്റ് ഹെർ നൗ ഹസ്ബൻഡ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓർമ്മിക്കുകയാണ് ആ ഒരു ചർച്ചിൽ ആ ഒരു ബ്രൈഡ് താൻ പ്രണയിച്ചിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ വിവാഹമായിരുന്നു അവിടെ നടന്നിരുന്നത്. അപ്പോൾ ആ ഒരു വിവാഹ വേളയിൽ ആ ഒരു വധു ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് ആ ഒരു ആൾത്താറിലോട്ട് അതിൻ്റെ അടുത്തോട്ട് നീങ്ങി നിൽക്കുന്ന ആ ഒരു സീനറിയൊക്കെ അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. ഹി ലൈഡ് ടു ഹിംസെൽഫ് ബിലീവിങ് ഷീ കുഡ്ന്റ് ബി ഹാപ്പി വിത്ത് ഹിം. അപ്പോൾ അദ്ദേഹം തന്നെ നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണെന്ത്, ആ ഒരു പുതിയ ഹസ്ബൻഡ്, ആ ഒരു ഹസ്ബൻഡുമായിട്ട് അവളൊരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ
സാധ്യതയില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. ബട്ട് വിത്ത് ദാറ്റ് ലുക്ക് ഹി സോ ഹൗ ഷീ യൂസ് ടു ലുക്ക് അറ്റ് ഹിം. അപ്പോൾ അദ്ദേഹം അവളിങ്ങനെ നോക്കിയിരുന്നു, അതേ സമയത്ത് അവളും അദ്ദേഹത്തെ ഡീപ്പായിട്ട് നോക്കിയിരുന്നതായിട്ട് നമുക്ക് സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാവാണ്. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഹിസ് ഈഗോ കെയിം ക്രംബ്ലിംഗ് ടു ദ ഗ്രൗണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈഗോ, ഗർവും പൊങ്ങച്ചൊക്കെ ആണ് അദ്ദേഹത്തിന് അവളെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹി റീകോൾഡ് ഹൗ ഷീ യൂസ്ഡ് ടു ലുക്ക് അപ്പ് ഹിം വിത്ത് റോസ് കളേർഡ് ഗ്ലാസസ് ആൻഡ് ഓൾവേസ് അസ്യൂംഡ് ദ ബെസ്റ്റ് ഓഫ് ഹിം. വളരെ നല്ല ഒരു കാര്യം നമ്മുടെ ട്രിസ്റ്റേലിൽ നിന്ന് ഉണ്ടാവണം എന്ന് നമ്മുടെ ഇവിടുത്തെ ബ്രൈഡ് വിശ്വസിച്ചിരുന്നു. പക്ഷേ ട്രിസ്റ്റേലിൻ്റെ അടുത്ത് നിന്ന് വളരെ നല്ല ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു രീതിയിലുള്ള ഒരു മുൻകൈയും എടുത്തിട്ടില്ല തൻ്റെ പ്രണയിനിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രണയിനി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റോസ് കളറുള്ള ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് ആ ഒരു വധു അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവൾ അതിലൂടെ വളരെ ഡീപ്പായിട്ട് ട്രിസ്റ്റലിനെ ആ ഒരു സമയത്ത് വിവാഹവേളയിൽ നോക്കിയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ട്രിസ്റ്റലും ആ ഒരു വധുവും തമ്മിൽ എന്തോ ഒരു ബന്ധം മുമ്പ് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് സീംസ് ഷീ ബിലീവ്ഡ് ഹിം ടു ബി ഗുഡ് ലൈക്ക് ആൻഡ് പെർഫെക്റ്റ്. അപ്പോൾ അവൾക്ക് നമ്മുടെ ട്രിസ്റ്റലിനെ വളരെ ഇഷ്ടമായിരുന്നു. ഗുഡ് ലൈക്ക് ആൻഡ് പെർഫെക്റ്റ്, ഒരു പെർഫെക്റ്റ് ആയിട്ട് മനുഷ്യനായിട്ട്, ഒരു നല്ല വ്യക്തി, നല്ല പോലെയുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ ആയിരുന്നു അവൾ ട്രിസ്റ്റലിനെ കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എന്ത് പറ്റിയെന്ന് നമുക്ക് അറിയണം. സോ ലെറ്റ്സ് കണ്ടിന്യൂ. ഹി തിങ്സ് ബാക്ക് ടു എ ടൈം when she asked him about speaking Spanish because she heard it from one of his friends, Captain Cactus. അപ്പോൾ ക്യാപ്റ്റൻ കാർത്തേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ ട്രിസ്റ്റലിനെ കുറിച്ചുള്ള ഒരുപാട് വാക്കുകൾ ആര് കേട്ടിരുന്നു? ഈ വധു കേട്ടിരുന്നു. അതിലുള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മുടെ ട്രിസ്റ്റൽ എന്ന് പറയുന്നത് സ്പാനിഷ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് എഴുതാനും സംസാരിക്കാനും കഴിയുന്ന ഒരാളാണ് എന്നുള്ള കാര്യം ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ വധു കേട്ടിരുന്നു, ബ്രൈഡ് കേട്ടിരുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ ആരും ഓർക്കുകയാണ്, നമ്മുടെ ട്രിസ്റ്റൽ ഈ ഒരു ഫ്ലാറ്റിൽ നിന്നിട്ട് ഇങ്ങനെ ഓർക്കുകയാണ് മുമ്പ് നടന്നിട്ട് പോയ കാര്യങ്ങൾ. ട്രിസ്റ്റൽസ് ഈഗോ അക്സെപ്റ്റഡ് ദ സ്കിൽ നോയിങ് ഫുൾ വെൽ ഇറ്റ് വാസ് എ ലൈ. പക്ഷേ ട്രിസ്റ്റലിന് ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ അദ്ദേഹം വെറുതെ നുണ പറഞ്ഞ് നടക്കുകയാണ്, വെറുതെ പൊങ്ങച്ചം പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴോ തട്ടിവിട്ടതാണ് എനിക്ക് നല്ല സ്പാനിഷ് അറിയാം, സ്പാനിഷിൽ എഴുതാനും വായിക്കാനും നല്ലപോലെ സംസാരിക്കാനൊക്കെ അറിയാമെന്ന് ആരോട് തട്ടിവിട്ടിരുന്നു. അപ്പോൾ ആ ഒരു തട്ടിവിട്ട ആ ഒരു ഫ്രണ്ട് അത് കേട്ടിട്ട് നമ്മുടെ ഈ വധുവിൻ്റെ അടുത്ത് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വധു എന്ത് വിചാരിച്ചിട്ടുണ്ട്? ട്രിസ്റ്റൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് നല്ലപോലെ സ്പാനിഷ് അറിയാം, അപ്പോൾ അദ്ദേഹത്തിനോട് സ്പാനിഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നൊക്കെ ഇവൾ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ട്രിസ്റ്റൽ ഇപ്പോൾ ആകെ സാഡായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കാരണം അദ്ദേഹം നുണ പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഹി ദെൻ തിങ്സ് ബാക്ക് ടു വെൻ ഹി പ്രപ്പോസ്ഡ് ടു ഹെർ. അങ്ങനെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, മുമ്പൊരിക്കൽ അവളെ ഞാൻ പ്രപ്പോസ് ചെയ്ത ആ ഒരു സമയത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നു. ഹി വാസ് ഷുവർ ദാറ്റ് ഷീ വുഡ് ബി ടു ഈഗർ ടു അക്സെപ്റ്റ് ഹിം റെഡിലി. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഉറപ്പായിരുന്നു അവൾക്ക് എന്നെ നല്ല ഇഷ്ടമാണ്, അവൾ എന്നെ അക്സെപ്റ്റ് ചെയ്യും ഷുവറായിട്ടും എന്നുള്ള ചിന്തകളോട് കൂടിയിട്ടാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്യാൻ പോയിരുന്നത്. ഷീ ഷോഡ് ഓൾ കൈൻഡ്സ് ഓഫ് ഇമോഷണൽ ജൂബിലേഷൻ ആൻഡ് ഹെർ ബോഡി ലാംഗ്വേജ് ടു ഹാഡ് ബീൻ വൺ ഓഫ് ഹെർ ഈഗർ കൺസെൻറ്റ്. അപ്പോൾ അവളുടെ ബോഡി ലാംഗ്വേജും അവളുടെ എല്ലാ ഒരു സംസാരവും നോട്ടമൊക്കെ കണ്ടാൽ ട്രിസ്റ്റലിനെ വളരെ ഇഷ്ടമാണ്, ട്രിസ്റ്റലുമായിട്ട് മുന്നോട്ട് പോകാൻ അവൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഷീ സെഡ് ഷീ വുഡ് സെൻഡ് വേർഡ് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ഈ ഒരു പ്രപ്പോസലിന് ഒരു മറുപടി അടുത്ത ദിവസം ഞാൻ അയക്കാം, നിങ്ങളിലോട്ട് എത്തിക്കാം, നിങ്ങൾ അറിയിക്കാമെന്ന് ആ ഒരു ദിവസം ആ ഒരു വധു ആവുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ആ ഒരു ദിവസം ആ ഒരു പെൺകുട്ടി പറഞ്ഞിരുന്നു. ദ ഓൺലി തിങ് ഹി റിസീവ്ഡ് വാസ് ദ അഫോർമെൻഷൻഡ് cactus with a note stating its kind which he simply did not care for. അപ്പോൾ പിറ്റേ ദിവസം മറുപടി അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു ഈ ഒരു പെൺകുട്ടി. അതുപോലെ തന്നെ അത് മറുപടിയായിട്ട് എന്ത് ചെയ്യാണ്, പിറ്റേ ദിവസം നമ്മുടെ കാക്ടസ് ഒരു കള്ളിമുൾച്ചെടി ഒരു ജാറിലാക്കിയിട്ട് ഒരു കള്ളിമുൾച്ചെടിയാണ് മറുപടിയായിട്ട് അയക്കുന്നത്. അപ്പോൾ ആ ഒരു കള്ളിമുൾച്ചെടിയുടെ മുകളിൽ ഒരു ടാഗൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റിക്കർ പോലെയുള്ള ഒരു സംഭവം വെച്ചിട്ട് അതിന്മേൽ എന്തോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാരും ശ്രദ്ധിച്ചിരുന്നില്ല, നമ്മുടെ ട്രിസ്റ്റേൽ അത് ശ്രദ്ധിച്ചിരുന്നില്ല. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ട്രിസ്റ്റേലിൽ നിന്നുള്ള മറുപടി ആയിരുന്നു, ആ പ്രണയത്തിനുള്ള പ്രപ്പോസലിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ആ ഒരു കള്ളിമുൾച്ചെടിയുടെ മുകളിൽ ആ ഒരു സ്റ്റിക്കായിട്ടുണ്ടായിരുന്നത്. ട്രിസ്റ്റൽ ഹാഡ് ടേക്കൺ ദ കാക്ടസ് ആസ് എ മാർക്ക് ഓഫ് റിഫ്യൂസൽ ഓർ ബെട്രയൽ. പക്ഷേ എനിക്കും തന്നെ ഇവൾ കാക്ടസ് അയച്ചിരിക്കുന്നതാണ് ട്രിസ്റ്റൽ ചിന്തിക്കുന്നത്. കാക്ടസ് എന്ന് പറയുന്നത് കള്ളിമുൾച്ചെടിയാണ്, ഒരു റോസാപ്പൂവോ നല്ല പൂവോ ഒന്നുമല്ല, കള്ളിമുൾച്ചെടിയാണ്. അപ്പോൾ ആ ഒരു മുള്ള് തട്ടിയിട്ട് മുറിവാവും. അപ്പോൾ അത്രയും ഒരു കള്ളിമുൾച്ചെടിയൊക്കെ എന്തിനാണ് എനിക്ക് അയക്കുന്നത്? അത് റിഫ്യൂസലിൻ്റെ സിമ്പിളാണ്, അത് ചതിയുടെ സിമ്പിളാണെന്നൊക്കെ ആര് തെറ്റിദ്ധരിക്കുകയാണ്? നമ്മുടെ ട്രിസ്റ്റൽ തെറ്റിദ്ധരിക്കുകയാണ്. ഷീ ദെർഫോർ വാസ് അണ്ടർ ദ ഇംപ്രഷൻ ദാറ്റ് ഹി വാസ് എ മാസ്റ്റർ ഓഫ് സ്പാനിഷ് ആൻഡ് ഹാഡ് ദെർഫോർ വെരി romantically assented to his proposal in the Spanish language which he had failed to comprehend, thus giving her a false impression of being rejected by him.
അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ ട്രിസ്ഡേലിൻ്റെ വീട്ടിലോട്ട് ട്രിസ്ഡേലിന് മറുപടിയായിട്ട് പ്രപ്പോസലിന് മറുപടിയായിട്ട് ഒരു കാക്ടസ് കള്ളിമുൾ ചെടി അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കിൽ എഴുതിയിരുന്നത് സ്പാനിഷ് ലാംഗ്വേജിലായിരുന്നു. അപ്പോൾ നേരത്തെ ട്രിസ്ഡേൽ ഒരുപാട് പൊങ്ങച്ചം പറഞ്ഞ് നടന്നിട്ടുണ്ട്, എനിക്ക് സ്പാനിഷ് വായിക്കാനും എഴുതാനും നല്ലപോലെ പറയാനൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ആ ഒരു പെൺകുട്ടി ഒരുപാട് മുമ്പ് കേട്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് സ്പാനിഷ് അറിയാലോ, അപ്പോൾ മറ്റാർക്കും അവിടെ സ്പാനിഷ് അറിയില്ല. അപ്പോൾ എനിക്ക് സ്പാനിഷ് അറിയാം, സ്പാനിഷിൽ വേണം ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ട്രിസ്ഡലിന് സ്പാനിഷിൽ മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പെൺകുട്ടി സ്പാനിഷിൽ എഴുതി അയച്ചിട്ടുള്ളത്. പക്ഷേ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വാക്കാണ്. ആ പ്രപ്പോസലിന് വളരെ നമ്മുടെ ട്രിസ്ഡലുമായിട്ട് ജീവിക്കാൻ താല്പര്യമുണ്ട്. അതിലെഴുതിയിരുന്നത് കം ആൻഡ് ടേക്ക് മീ എന്നാണ്, എന്നെ വന്ന് കൊണ്ടുപോയിക്കോളൂ എന്നുള്ള ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വാക്ക് സ്പാനിഷിലാണ് എഴുതിയിരുന്നത്. പക്ഷേ നമ്മുടെ ട്രിസ്ഡലിന് അത് സ്പാനിഷ് അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം നുണ പറഞ്ഞതാണ്. അപ്പോൾ ഇത് കണ്ട സമയത്ത് അദ്ദേഹത്തിന് അത് വായിച്ച് കോംപ്രിഹെൻഡ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹം തെറ്റിദ്ധരിച്ച് പോവാണ്. എന്നെ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ സിമ്പിളായിട്ടാണ് കാക്ടസും ഈ ഒരു സ്പാനിഷ് വാക്കും എല്ലാം എഴുതി അയച്ചിട്ടുള്ളതെന്ന് നമ്മുടെ ട്രിസ്ഡേൽ തെറ്റിദ്ധരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് ട്രിസ്ഡേലിനെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ട്രിസ്ഡേൽ തെറ്റിദ്ധരിക്കപ്പെട്ടു, അതിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ മറുപടി കൊടുക്കാത്തത് കൊണ്ട് അവൾ തോന്നി അദ്ദേഹത്തിന് എന്നിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാണ്, വേറെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ വിവാഹത്തിൻ്റെ വേളയിലാണ് ട്രിസ്ഡേൽ പോയി വന്നിട്ട് അസ്വസ്ഥനായിട്ട് ആ റൂമിൽ ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന കാഴ്ച നമ്മൾ ബിഗിനിങ്ങിൽ കണ്ടത്. ഓക്കെ, So days passed and Tristel's ego was pushing him beyond his emotional bound. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ട്രിസ്റ്റലിൻ്റെ ആ ഒരു ഈഗോ അദ്ദേഹത്തെ വളരെ ഒരു അപകടത്തിലോട്ടാണ് കൊണ്ടുപോയത്, ഇമോഷണൽ ബൗണ്ട്സിലോട്ടാണ് കൊണ്ടുപോയതെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് പതിയെ. ഹി റിഫ്യൂസ്ഡ് ടു കോൺടാക്ട് ഹെർ. അതുകൊണ്ട് തന്നെ അവൾ എന്നെ ബെട്രേ ചെയ്തു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒരിക്കലും അവളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഓൺലി ലേറ്റർ റണ്ണിങ് ഇൻ ടു ഹെർ അറ്റ് എ ഡിന്നർ, ഒരു ഡിന്നർ സമയത്ത് അവളെ കാണുന്നൊരു ട്രിസ്റ്റൽ ഈ ഒരു സംഭവത്തിന് ശേഷം ദേ ഷെയർഡ് എ സ്മോൾ ടോക്ക്. പക്ഷേ അവരവിടെ ചെറുതായിട്ടൊന്ന് സംസാരിക്കുകയാണ്. ബട്ട് വെൻ നത്തിങ് ഓഫ് ദ റിലേഷൻഷിപ്പ് വാസ് മെൻഷൻഡ്. പക്ഷേ മുമ്പത്തെ അവരുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ല, അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. ഷി ബിക്കെയിം കോൾഡ് ആൻഡ് ഡിസ്റ്റൻറ്റ്. അവൾക്ക് വളരെ മരവിച്ച പോലെ തോന്നാണ് ഈ ഒരു ബന്ധം. അതുപോലെ തന്നെ വളരെ അകൽച്ച വന്നിട്ടുണ്ട് ട്രിസ്റ്റലുമായിട്ടെന്ന് തോന്നാണ്. ട്രിസ്റ്റൽസ് വാനിറ്റി ഡിഡ്ന്റ് അലോ ഹിം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ദം. അപ്പോൾ ട്രിസ്റ്റലിൻ്റെ ഈ ഒരു ഗർവ്, ഈ ഒരു പൊങ്ങച്ചം, ഈ ഒരു അഹങ്കാരം, അത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു മനസ്സ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അവളുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കണ്ടേ, അവളുടെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും മനസ്സിലായിരുന്നു. അപ്പോൾ ആ ഒരു അഹങ്കാരവും പൊങ്ങച്ചവും ഗർവും ഈ ഒരു വാനിറ്റി എന്നുള്ള തോട്ട് മുറുകെ പിടിച്ചെന്ത് ചെയ്യാണ്, അദ്ദേഹം തൻ്റെ പ്രണയം നഷ്ടപ്പെടുത്താണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ട്രിസ്ഡൽസ് ഫ്രണ്ട് ബിഗാൻ ടു സ്പീക്ക്. പക്ഷേ ആ സമയത്ത് ട്രിസ്ഡലിൻ്റെ സുഹൃത്ത് സംസാരിക്കാൻ തുടങ്ങുകയാണ്. പുള്ളിങ് ട്രിസ്ഡൽ ഔട്ട് ഓഫ് ഹിസ് റെമിനിസൻസ് ട്രാൻസസ് ഓഫ് മിസറി. അപ്പോൾ ആ വളരെ ദുഃഖത്തിൽ നിൽക്കുന്ന ആ ഒരു ട്രിസ്ഡലിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് വളരെ ഓപ്പണായിട്ട് അവിടെ സംസാരിക്കുകയാണ്. ഹി ആസ്ക്ഡ് ട്രിസ്ഡൽ വാട്ട് ദ മാറ്റർ വാസ് ആൻഡ് ജോക്ഡ് അബൌട്ട് ഹിസ് ഹൊറിബിൾ ബ്രാൻഡി. ഒരു ബ്രാൻഡി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ത് തരം ഹൊറിബിൾ ബ്രാൻഡി ആണെന്നൊക്കെ പറഞ്ഞിട്ട് തമാശ പറയാണ് ആ ഒരു ഫ്രണ്ട് ട്രിസ്ഡലിൻ്റെ അടുത്ത് ഇങ്ങനെ തമാശ പറഞ്ഞിരിക്കുകയാണ്. He eventually asked Tristel where he got the cactus and says he recognizes the type. അപ്പോൾ ട്രിസ്ഡൽ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം ട്രിസ്റ്റലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ട്രിസ്റ്റലിൻ്റെ ഫ്രണ്ട് ട്രിസ്റ്റലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് കാക്ടസ് കിട്ടിയത്, അതിന്മേൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് എനിക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ട്രിസ്റ്റൽ said he received it from a friend and that the name of the plant is on the tag. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ ആ ഒരു പ്ലാറ്റ്ഫോം ആ ഒരു ഫ്ലാറ്റിൽ ഇവർ റൂമിൽ അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഈ ബ്രാൻഡിങ്ങിന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആദ്യം പറഞ്ഞു. ആ ഒരു സീനിലോട്ടാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബ്രാൻഡ് കഴിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, ഇത് എന്ത് തരം ബ്രാൻഡിയാണ്, ഹൊറിബിൾ ബ്രാൻഡി ആണല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ഒരു ഫ്രണ്ട് ആ ടേബിളിലിരിക്കുന്ന ജാറ് കാണാണ്. പെട്ടെന്ന് സ്റ്റോറി അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജാറ് കണ്ടിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഇതെന്താണ് ഈ ജാറ്, ഈ കള്ളിമുൾച്ചെടി ആരാണ് തന്നത്, ഇതിന് എന്താണ് എഴുതിയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ട്രിസ്റ്റൽ പറയുകയാണ്, അതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചെന്നതാണ്, അതിമേ എഴുതിയിട്ടുള്ളത് ആ ഒരു പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നാമമാണ്, ശാസ്ത്രീയ നാമമാണ് അതിമേ എഴുതിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. ദ ഫ്രണ്ട് ആസ്ക് ഇഫ് യു ന്യൂ സ്പാനിഷ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്പാനിഷ് അറിയില്ല അല്ലേ? വെൻ ട്രിസ്റ്റൽ റിപ്ലൈസ് നോ ദ മാൻ ട്രാൻസ്ലേറ്റ്സ് ദ മീനിങ് വെൻ ടുമോർ മേ കം ആൻഡ് ടേക്ക് മീ. അപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞു, സത്യം പറഞ്ഞു, ഇല്ല എനിക്ക് സ്പാനിഷ് അറിയില്ല എന്ന് ട്രിസ്റ്റൽ പറയാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഫ്രണ്ട്
എന്ത് ചെയ്യാണ്, ഇത് ജസ്റ്റ് എടുത്തിട്ട് വായിക്കുകയാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. സ്പാനിഷ് വാക്ക് എന്ന് പറയുന്നത് വെൻറ്റമോർമേ എന്നുള്ള സ്പാനിഷ് വാക്കാണ് എഴുതിയിട്ടുള്ളത്, വെൻറ്റമോർമേ. ഓക്കെ, അതിന് ഇംഗ്ലീഷ് മീനിങ് എന്താണ്, കം ആൻഡ് ടേക്ക് മീ എന്നാണ്. അപ്പോൾ ഇത് കേട്ട സമയത്ത് ട്രിസ്റ്റേൽ ആകെ തളർന്നു പോവാണ്. കാരണം യഥാർത്ഥത്തിൽ ആ കാക്ടസിൻ്റെ മേലെ ഒട്ടിച്ചിരുന്ന സ്റ്റിക്കർ, അതിന്മേലുള്ള ടാഗ് എഴുതിയിരുന്നത് വെൻറ്റമോർമേ എന്നുള്ള സ്പാനിഷ് വാക്കാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കം ആൻഡ് ടേക്ക് മീ എന്നാണ്. എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്, എന്നെ ഒന്ന് കൊണ്ടുപോകുള്ളൂ എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇത് സ്പാനിഷ് വായിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ഒരു മീനിങ് കൺവേ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രണയിനിയെ നഷ്ടപ്പെടാണ് ട്രിസ്റ്റേൽ എന്നുള്ള ക്യാരക്ടറിന് സംഭവിക്കുന്നത്. Tristel now realizes his fault at ignoring the tag and the cactus sent by his proposed girlfriend and instead expecting her assent in the way he expected her to give it. അപ്പോൾ ഇതിന് നല്ലൊരു മറുപടി ട്രിസ്റ്റേൽ അയക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു പെൺകുട്ടി, അവൾ നിരാശപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ്, വേറൊരു വിവാഹത്തിന് സമ്മതിക്കുകയാണ്. കാരണം നമ്മുടെ ട്രിസ്റ്റലിന് ഈ ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, സ്പാനിഷ് അറിയാത്തതുകൊണ്ട്. സ്പാനിഷ് അറിയുന്ന അദ്ദേഹം വെറുതെ തട്ടിവിട്ടതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഒരു പണിയായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് തന്നെ ഒരു പറ്റിയ ഒരു അബദ്ധമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇൻ ഹിസ് വാനിറ്റി ട്രിസ്റ്റൽ ഹാഡ് ഇഗ്നോർഡ് ദ കോൾ ഓഫ് പ്ലീസ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ഗർവിൻ്റെ പുറമെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അത് കാരണം കൊണ്ട് ജീവിതത്തിൽ വന്ന ഒരു അനുഗ്രഹം അദ്ദേഹം തട്ടിമാറ്റാണ്. ആൻഡ് ഇറ്റ് വാസ് നോ ടു ലേറ്റ് ടു റിയലൈസ് ഇറ്റ്. ഇപ്പോൾ എന്ത് ചെയ്തു, ഒരുപാട് സമയം അതിക്രമിച്ചു. കാരണം ആ ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു, ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. താൻ പൊങ്ങച്ചം പറഞ്ഞ് നടക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്നാണ് ഈ സ്റ്റോറിയിലൂടെ നമ്മുടെ ഒ ഹെൻറി എന്ന് പറയുന്ന ആ ഒരു ഓഥർ പറയുന്നത്. അപ്പോൾ ട്രിസ്റ്റേൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ചുള്ള, ഒരു കഥാപാത്രത്തെക്കുറിച്ചുള്ള വളരെ സിമ്പിളായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കാക്ടസ് എന്ന് പറയുന്നത്. ഇതിലുള്ള വാക്ക് പ്രധാനമായിട്ടും ഓർത്ത് വെക്കുക. വെൻറ്റമോർമ എന്നുള്ള സ്പാനിഷ് വാക്ക് പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്ന് പറയുന്നത് കം ആൻഡ് ടേക്ക് മീ എന്നാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സെറ്റിങ്സിലോട്ട് വരാം. സ്ഥലം എവിടെയാണെന്ന് നോക്കാം. ദ ഇവൻറ്റ്സ് ഇൻ ദ അനലൈസ്ഡ് സ്റ്റോറി ഹാപ്പൻ ഇൻ ദ അപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ പ്രൊട്ടാഗോണിസ്റ്റ് ട്രിസ്റ്റേൽ. ട്രിസ്റ്റേലിൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഒരു ഇവൻറ്റ്സ് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലൊക്കെ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഓർത്തെടുക്കുന്ന കാര്യങ്ങളാണ് ആ ചർച്ചിലും മറ്റുള്ള വിവാഹവേളകളൊക്കെ. ദാറ്റ് ഈസ് വാട്ട് ട്രിസ്റ്റേൽ വാസ് ഡൂയിങ് സ്റ്റാൻഡിങ് ബൈ എ ടേബിൾ ഇൻ ഈസ് ബാച്ചിലർ അപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ബാച്ചിലർ അപ്പാർട്ട്മെൻറ്റ് എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹം സിംഗിളാണ്. അപ്പോൾ അദ്ദേഹം മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ടേബിളിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാക്ടസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലേസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻ്റ് ആണ്. ടൈം നോക്കാം. ആഫ്റ്റർ ദ മാരേജ് സെറിമണി ഓഫ് this girl was over and the scent of the huge bunches of flowers played him. Church was still hunting him. His friend and bride's brother is with him. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് അത് ആ ഒരു പെൺകുട്ടിയുടെ വിവാഹവേള കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ആ ഒരു ചർച്ചിൽ നടന്ന കോലാഹലങ്ങളും വലിയ വലിയ പൂക്കളുടെ വലിയ വലിയ ബഞ്ചസും എല്ലാം അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ ബ്രദർ നമ്മുടെ ആരുടെ കൂടെ ഉണ്ട്, നമ്മുടെ ട്രിസ്റ്റേലിൻ്റെ കൂടെ ഉണ്ട്. കാരണം ട്രിസ്റ്റേലിൻ്റെ ഫ്രണ്ടാണ് ഈ ബ്രൈഡിൻ്റെ ബ്രദർ എന്ന് പറയുന്നത്. സോഷ്യൽ എൻവിറോൺമെൻറ്റ്. ദ സെറ്റിംഗ് ഓഫ് ദ ഇവൻറ്റ്സ് ഇൻ ദ ഗിവൺ സ്റ്റോറി ഈസ് റാദർ റിയലിസ്റ്റിക്. അപ്പോൾ ഇതിലുള്ള സെറ്റിങ്സ് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ദോ എ ബിറ്റ് സബ്ജക്റ്റീവ്, വ്യക്തിയധിഷ്ഠമായിട്ടുള്ളൊരു സെറ്റിംഗ് ആണ് അല്ലേ. ഒരു വ്യക്തിയുമായി നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ദ പ്ലേസ് ഫോർ ആക്ഷൻ ഹാപ്പൻസ് ഈസ് നോട്ട് ഡെപ്പിക്റ്റഡ് ഇൻ എ ഡീറ്റെയിൽഡ് വേ. ഇപ്പോൾ എവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത്, വിവാഹവും അദ്ദേഹം എവിടെ നിന്നാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ട് സ്റ്റോറിയിൽ അറിയാൻ പറ്റുന്നില്ല. ബട്ട് ദ ബിഹേവിയർ ഓഫ് മെയിൻ ക്യാരക്ടേഴ്സ് ആർ ഡിസ്ക്രൈബ്ഡ് റേദർ വിവിഡ്ലി. പക്ഷേ വളരെ വ്യക്തമായിട്ട് ഓരോരോ ക്യാരക്ടറിൻ്റെയും സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ട്രിസ്റ്റേൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര വാനിറ്റി പൊക്കി പിടിച്ച് നടക്കുന്ന ആളാണ്. അഹങ്കാരവും ഗർവും പൊങ്ങച്ചവും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അറ്റ്മോസ്ഫിയർ ഓഫ് ദ സ്റ്റോറി നോക്കാം. ദ ഓഥർ യൂസസ് ദ ഫ്ലാഷ് ബാക്ക് ടെക്നിക്ക്. ഇവിടെ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്ക് പറയുന്നത് ഫ്ലാഷ് ബാക്ക് ടെക്നിക്കാണ്. നമുക്കറിയാം ഫ്ലാഷ് ബാക്ക് ടെക്നിക്കുണ്ട്, ഫ്ലാഷ് ഫോർവേഡ് ടെക്നിക്കുണ്ട്, അതിലോട്ടൊക്കെ നമ്മൾ വരാനുണ്ട്. ആൻഡ് ദിസ് ബാച്ചിലർ അപ്പാർട്ട്മെൻറ്റ് ഷോസ് എ ബിഗ് റിഗ്രറ്റ് ട്രിസ്റ്റേൽ ഫീൽ. അപ്പോൾ അദ്ദേഹം വളരെ റിഗ്രറ്റിലാണ്, വളരെ കുറ്റബോധത്തോടെയാണ് ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നത്. കാരണം തൻ്റെ ആ ഒരു അഹങ്കാരം കൊണ്ട്, പൊങ്ങച്ചം കൊണ്ട് എന്ത് നഷ്ടപ്പെട്ടു, തൻ്റെ പ്രണയിനിയെ പോലും നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചത്. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. ദർ ആർ 3 മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ദേ ആർ ട്രിസ്റ്റേൽസ് ഫ്രണ്ട് ഓർ ബ്രൈഡ്സ് ബ്രദർ ആൻഡ് ട്രിസ്റ്റേൽസ് ബിലവ്ഡ് ഓർ ദ ബ്രൈഡ് ഹെർസെൽഫ്. 3 ക്യാരക്ടറാണ് മെയിൻ ഉള്ളത്. ഒന്ന് ട്രിസ്റ്റേൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്, പക്ഷേ ആണെങ്കിൽ കൂടി ആ വധു എന്ന് പറഞ്ഞാൽ ട്രിസ്റ്റേൽ പ്രണയിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ ബ്രദർ കൂടിയാണ് ഇവൻ്റെ ഫ്രണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് മൂന്നാമത്തെ ക്യാരക്ടർ ആ പെൺകുട്ടിയാണ്. പോയിൻ്റ് ഓഫ് വ്യൂ നോക്കാം. ദ സ്റ്റോറി ഈസ് നരേറ്റഡ് ഇൻ ആൻ ഒംനിഷ്യൻ്റ് ദ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ. ഒംനിഷ്യൻ്റ് തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂലാണ് സ്റ്റോറി നരേഷൻ ചെയ്തിട്ടുള്ളത്. ദ ഓഥർ സീംസ് റേദർ ക്ലോസ് ടു ദ ഇവൻറ്റ്സ്. അപ്പോൾ ഓഥർ നമുക്ക് ഓരോരോ ഇവൻറ്റ്സും വളരെ ക്ലോസ് ആയിട്ട് വളരെ അടുത്ത് തന്നെ കാണിച്ചിരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ
he doesn't participate much, resulting in giving objective opinions on characters feeling and emotions. പക്ഷേ ഓരോ ക്യാരക്ടറിൻ്റെയും ഫീലിങ്സ്, ഓരോ ക്യാരക്ടറിൻ്റെയും ഇമോഷൻ, വികാരങ്ങളും മറ്റു വൈകാരികമായിട്ടുള്ള കാര്യങ്ങളും ഒന്നും വളരെ ഓപ്പണായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നില്ല. ഓക്കെ, ഒബ്ജക്റ്റീവ് ഒപ്പീനിയൻസ് വളരെ ഒരു സബ്ജക്റ്റീവായിട്ട് ഒരു വ്യക്തിയെ മാത്രം എടുത്ത് പറയാണ്ട് പൊതുവായിട്ട് ഒബ്ജക്റ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പല സമയത്തും അദ്ദേഹം പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ 3 ക്യാരക്ടേഴ്സാണുള്ളത്. പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ഒംനീഷ്യൻ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് പോയിൻറ്റ്സ്, ദ ബേസിക് പ്ലോട്ട് ലൈൻ ആൻഡ് മേജർ ക്യാരക്ടേഴ്സ്, സെറ്റിംഗ്, ടൈം ഓഫ് ദ സ്റ്റോറി, പോയിൻ്റ് ഓഫ് വ്യൂ ആൻഡ് മേജർ ക്യാരക്ടേഴ്സ് ആൻഡ് റൈറ്റർ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ദ റൈറ്റർ. പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ, എല്ലാം ഓർത്ത് വെക്കുക. എന്തെങ്കിലും രീതിയിലുള്ള കൺഫ്യൂഷൻസ് കാര്യങ്ങളോ ഈ ഒരു സ്റ്റോറിയുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഓ ഹെൻറിയുടെ കാക്ടസ് എന്ന് പറയുന്ന സ്റ്റോറിയാണ് നമ്മളിവിടെ പറഞ്ഞത്. സോ ഇഫ് യു ഗെയ്സ് എനി കൺഫ്യൂഷൻസ് ഹിയർ ഓൾ യു ക്യാൻ ആസ്ക് ടു മീ. ഓക്കെ, ഫൈൻ. സീ യു വിത്ത് അനദർ ലെക്ചർ.